സംഘടനയെ കുറിച്ചിട്ട് എന്താണ് നിലവിൽ പറയുന്നത്? അത് കണ്ടുപോലെ പ്രശ്നമാണ്, എന്ന് പറഞ്ഞാൽ അന്നുപോലെ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു വിട്ട് എല്ലാവരും വീട്ടിൽ പോയിരിക്കണം. ഇതുകൊണ്ട് ഒരു ഗുണമില്ല. 5,000 പൈസ കൊടുക്കുന്നുണ്ട്. ഈ 5,000 പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കണം ഒരു മാസം? പിന്നെ ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞ പ്രശ്നം. അമ്മയിൽ ഒരാൾ പറഞ്ഞതറിയോ, നിങ്ങളെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾ അമ്മയിൽ കയറ്റാം, ഒരു 1,00,000 രൂപ തരണ്ട, അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാണ്. ഈ പരിപാടി അവിടെ നടക്കുന്നത്. അനുസൂകാരം മുഴുവൻ കറക്റ്റാണ്. എന്തൊക്കെയാണ് പറയുന്നത്? അഭിത ആരോപണങ്ങൾ ഇതൊക്കെയാണ് നടക്കുന്ന അവിടെ. ഈ പാട്ട് കൊണ്ട് ഈ സംഘടന കൊണ്ട് ഒരു ഗുണവുമില്ല. പണ്ട് സുകുമാർ പൃഥ്വിരാജിൻ്റെ ഇന്ദ്രൻ്റെ സുകുമാരൻ പറഞ്ഞാണ് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇവർ 5,000 കൊടുക്കുന്നതാണെങ്കിൽ 5,000 കൊണ്ടുവന്ന ഒരാൾക്ക് ഒരു കലാകാരൻ ജീവിക്കാൻ പറ്റില്ല ഈ കാലത്ത്. വേറും പെൻഡിങ് കൊടുത്തു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന സ്ഥലമാണ്. ഇതിൽ പിരിച്ചു വിടണം. ഒരു ഗുണവുമില്ല ആൾക്ക്. എന്നും പ്രശ്നങ്ങളാണ്, അഭീതങ്ങളും അല്ല വേറെ വീട് ഞാൻ പറയുന്നില്ല. ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, ആർക്കും ഒരു ഗുണവുമില്ല. അത് ചോദിക്കാം. ടിനി ടോം അൻസിബ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ്? അൻസിബയുടെ ഭാഗത്ത് സത്യം. ടിൻഡോൻ്റെ പേരിലൊന്നല്ല. ടിൻഡോൻ്റെ മകനെ മര്യാദയ്ക്ക് വളർത്തണം. മകൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നത്. എന്നാൽ കേസ് കൊടുപ്പിക്കുക ടിൻഡോൻ ന്യായീകരിക്കുക. ന്യായോചനാവും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഉടായ്പ പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു മെയിൻ ആൾ അയാൾ തിരിച്ചു വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. 1,00,000 രൂപ കൊടുക്കേണ്ടതാണ്. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റാണ്. എന്നിട്ട് ഇവരൊക്കെയാണ് എനിക്കത്ര കേസ് കൊടുക്കുന്നത്. അമ്മ സഹന എനിക്കത്ര കേസ് കൊടുത്തത് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർ അമ്മയിലെ 4 പേരെ എനിക്കത്ര കേസ് കൊടുത്തത്. പബ്ലിക്കിൽ ഇവിടെ ടി വിയിൽ വന്നാണല്ലോ. 4 സ്ത്രീകളാണ് കൊടുത്തത്. ടി വിയിൽ വന്നാണത്. ടി വിയിൽ അവരുടെ പേര് വന്നതാണ്. അവരെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തത്. ആദ്യം അവർ നന്നാകാൻ പറയും, എന്നിട്ട് ബാക്കിൽ നന്നാക്കാൻ പറയാം.